ഇംപേഷ്യൻസ് ഫ്ലവേഴ്സിൻ്റെ കെയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ഡബിൾ റെഡ് ഇംപേഷ്യൻസ് ആണ്. ഈ ഒരു ഫ്ലവർ ഓറഞ്ച്, പേർപ്പിൾ, പിങ്ക്, വൈറ്റ് ഇതിലൊക്കെ ലഭ്യമാണ്. എൻ്റെ കയ്യിൽ റെഡാണുള്ളത്. ഈ ഒരു ചെടി വളർത്തുമ്പോൾ പോട്ടിൽ സ്റ്റഡി മോയ്സ്ചർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഏകദേശം 2 ഫീറ്റോളം നീളത്തിൽ ഇത് വളരും. അപ്പോൾ ബുഷിയാക്കി വളർത്താൻ വേണ്ടി സ്റ്റെമ്മ് പിഞ്ച് ഓഫ് ചെയ്യുക. നമ്മളിതിനെ ഒരു ചെറിയ സ്റ്റെമ്മ് വച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് പൂവിട്ട് തുടങ്ങും. അപ്പോൾ ആ ഫസ്റ്റ് പൂവിടാൻ വേണ്ടി അനുവദിക്കരുത്. അതായത് അത് കട്ട് ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ നല്ല ബുഷിയായിട്ട് നിറയെ ശാഖകളോടുകൂടി നിറയെ പൂക്കളുണ്ടാവുള്ളൂ. കുറച്ച് അലേർട്ടായി വളർത്തേണ്ട ഒരു ചെടിയാണ്. മോയ്സ്ചർ ഇഷ്ടപ്പെടുന്നത് ചെടിയായതുകൊണ്ട് തന്നെ പോട്ട് ഡ്രൈ ആകാതെ സൂക്ഷിക്കണം. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണെങ്കിലും ഫുൾ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ കുറയും. അത്യാവശ്യം മോർണിംഗ് സൺ കിട്ടുന്ന സ്ഥലത്ത് ഇതിനെ അറേഞ്ച് ചെയ്യണം. അതായത് കുറച്ച് വെയിൽ, ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും. വിൻ്റർ സീസണിൽ ഒത്തിരി പൂക്കളുണ്ടാവും. അതുകൊണ്ട് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബറോടുകൂടി തന്നെ ഈ ചെടിയെ നട്ടുപിടിപ്പിച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക. പ്രൊപ്പഗേഷൻ ഏറ്റവും എളുപ്പമാണ്. സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് പ്രൊപ്പഗേഷൻ. അധികം എക്സ്പെൻസീവ് അല്ലാത്തത് കൊണ്ടും ഒരുപാട് കളേഴ്സ് ഉള്ളത് കൊണ്ടും ഗാർഡനെ മനോഹരമാക്കാൻ ഏറ്റവും പറ്റിയൊരു ചെടിയാണ് ഈ ചൈനീസ് ബോൾസം. എല്ലാ ജൈവവളങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കാം. പോട്ടിംഗ് മിക്സിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പൂക്കൾ കൂടുതലായിട്ടുണ്ടാവും. ചെറിയ ചെടിയിലെ പൂക്കൾ വരുമ്പോൾ അത് പിഞ്ച് ഓഫ് ചെയ്ത് കളയുക. ഒരുപാട് പൂക്കൾ ചെടിയിൽ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഫെർട്ടിലൈസർ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് 2 ആഴ്ചയിലൊരിക്കൽ ചേർത്ത് കൊടുക്കാം. കിച്ചൺ വേസ്റ്റിൽ കിട്ടുന്ന ചായച്ചണ്ടി അല്ലെങ്കിൽ കോഫി ഗ്രൗണ്ട്സ് ഇതൊക്കെ ഈ ചെടിക്ക് നല്ലതാണ്. കാര്യമായ കീടശല്യങ്ങളില്ലെങ്കിലും ചില അവസരങ്ങളിൽ മൈൽഡ്യൂ അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയുക. പോട്ടിൽ വീണ് കിടക്കുന്ന ഇലകളൊക്കെ മാറ്റി ശേഷം സോപ്പ് വാട്ടർ ലായനി അടിച്ചു കൊടുക്കുക. അതിൽ തന്നെ നമുക്ക് കീടശല്യങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. ഫംഗസ് എഫക്റ്റഡ് ലീവ്സൊക്കെ പോട്ടിൽ വീണ് കിടക്കുകയാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. ഡബിൾ ഇംപേഷ്യൻസ് ആണെങ്കിലും സിംഗിൾ പെറ്റൽ ഇംപേഷ്യൻസ് ആണെങ്കിലും ഒരുപാട് വെറൈറ്റി കളേഴ്സ് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഗാർഡൻ ലവേഴ്സിന് പറ്റിയൊരു ചെടിയാണ് ഈ ഇംപേഷ്യൻസ്. നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണെങ്കിലും ഓവർ വാട്ടറിങ്ങിലാണ് ഈ ചെടി നശിച്ചു പോകുകയും ചെയ്യുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കുകയാണെങ്കിൽ ചെടികളെല്ലാം വാടി തളർന്നിരിക്കും. ചെടിയിൽ പൂക്കൾ കുറയുമ്പോൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഒത്തിരി ശാഖകൾ വീണ്ടും വരും. പ്രൂൺ ചെയ്തതിന് ശേഷം ഫെർട്ടിലൈസേഴ്സ് റീഅപ്ലൈ ചെയ്യണം. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവയൊക്കെ കുറച്ച് റൂട്ടിൽ നിന്ന് മാറ്റി പോട്ടിൻ്റെ സൈഡിലേക്ക് ചേർത്തിടുക. അതിനുശേഷം നന്നായിട്ട് നനയും കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. ഹാപ്പി ഗാർഡനിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.